സ്കൂളുകളുടെ നിത്യച്ചെലവിനുള്ള തുക ഉപയോഗിച്ച് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ നടത്താൻ ഉത്തരവിട്ട വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി ഇടതുമുന്നണി ഭരണത്തിന് കീഴിൽ സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക തകർച്ചയുടെ ചിത്രമാണ് വരച്ചു കാട്ടുന്നത്. പരീക്ഷകൾ നടത്താൻ പണമില്ലെന്ന് കാണിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ നൽകിയ കത്തിന് മറുപടിയായിട്ടാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ ഉത്തരവ്. പരീക്ഷാ ഹെഡ് അക്കൗണ്ടിൽ പണം എത്തുന്ന മുറയ്ക്ക് നിത്യച്ചെലവിനുള്ള തുക തിരിച്ചു നൽകുമത്രേ. എന്നാൽ ഇങ്ങനെയൊരു സാധ്യത നിലവിലില്ലെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. കഴിഞ്ഞ വർഷം പരീക്ഷാ നടത്തിപ്പിന് ചെലവാക്കിയ ഭീമമായ തുക പൊതുവിദ്യാഭ്യാസ വകുപ്പിന് ഇപ്പോഴും കുടിശ്ശികയാണ്. ഒരു വർഷമായിട്ടും ഇത് തിരിച്ചു നൽകാൻ കഴിയാത്ത സ്ഥിതിയിലാണ് സ്കൂളുകളുടെ നിത്യച്ചെലവിനുള്ള തുകയിൽ നിന്നെടുത്ത് വീണ്ടും പരീക്ഷകൾ നടത്തുന്നതും അത് തിരിച്ചു നൽകാമെന്ന നിരുത്തരവാദപരമായ ഉറപ്പ് നൽകുന്നതും. ഉച്ചഭക്ഷണ പദ്ധതിക്കായി കടം വാങ്ങിയ തുക തിരിച്ചു കിട്ടാൻ വിദ്യാഭ്യാസ വകുപ്പിനെതിരെ പ്രധാനാധ്യാപകർ കോടതിയെ സമീപിച്ചിരിക്കെയാണ് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ നടത്താൻ പണമില്ലാതെ വന്നിരിക്കുന്നതും നിത്യച്ചെലവിനുള്ള തുക വകമാറ്റുന്നതും. ഉത്തരപേപ്പർ അച്ചടിച്ചതിലുള്ള സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ നെട്ടോട്ടമോടിയ വിദ്യാഭ്യാസ വകുപ്പാണ് പരീക്ഷാ നടത്തിപ്പിന് പോലും പണമില്ലാതെ വലയുന്നത്. മാതൃകാപരമെന്ന വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇക്കൂട്ടരുടെ CPM-കാരായ അക്കാദമിക് അനുചരന്മാരും വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ ഘടനാപരമായ തകർച്ചയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. സംസ്ഥാനത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് വകുപ്പ് ഭരിക്കുന്ന മന്ത്രിക്കും CPM-നുമുള്ളത് യൂണിയൻ താല്പര്യം മാത്രമാണ്. അധ്യാപകരിൽ ഏറിയ കൂറും CPM-ന്റെ യൂണിയനിൽ പെടുന്നവരാണ്. പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന ഇക്കൂട്ടരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് പൊതുവിദ്യാഭ്യാസ രംഗത്തെ CPM-ഉം മന്ത്രിമാരും വാനോളം വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ രംഗത്തെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കണമെന്നതോ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തണമെന്നതോ സർക്കാരിന്റെ അജണ്ടയിലേ ഇല്ല. വെറുമൊരു പാർട്ടിക്കാരനായ വിദ്യാഭ്യാസ മന്ത്രിക്ക് കാര്യങ്ങളൊന്നും നേരെയാക്കണമെന്ന ആഗ്രഹവുമില്ല. പാർട്ടി ഏൽപ്പിച്ച ഒരു പണി പാർട്ടിക്ക് വേണ്ടി കൊണ്ടു നടക്കുക മാത്രമാണ് മന്ത്രി ചെയ്യുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് ഭരിക്കാൻ തീർത്തും അയോഗ്യനാണ് താനെന്ന് ഈ മന്ത്രി ആവർത്തിച്ച് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. തന്റെ പോലും നിലവാരമില്ലാത്ത ചിലർ മുൻകാലങ്ങളിൽ ഈ വകുപ്പ് ഭരിച്ചിട്ടുണ്ടല്ലോ എന്നത് മാത്രമാണ് മന്ത്രി ശിവൻകുട്ടിയുടെ സമാധാനം. ഇതിന്റെ ദുരന്ത ഫലം കൂടിയാണ് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖല ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രകടനവും ഇതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി അപകടത്തിലാക്കും വിധം പരീക്ഷാ നടത്തിപ്പിന് പോലും പണമില്ലാതിരിക്കെയാണ് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും തീർത്തും വ്യക്തിപരവും അനാവശ്യവുമായ കാര്യങ്ങൾക്ക് നികുതി പണം ദൂർത്തടിക്കുന്നത്. അധികാരം വല്ലാതെ ആസ്വദിക്കുന്ന ഇവർ ആഡംബരം മുഖമുദ്രയാക്കിയിരിക്കുകയാണ്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ ഇതാണ് മന്ത്രിമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ണടകൾ വാങ്ങാനും ആയുർവേദ ചികിത്സയ്ക്ക് കച്ചത്തോർത്ത് വാങ്ങാനുമൊക്കെ മന്ത്രിമാർ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചത് വിവാദങ്ങളുടെ പരമ്പര തന്നെ സൃഷ്ടിച്ചിട്ടും ആരും പിന്മാറിയിട്ടില്ല. രണ്ടാം പിണറായി സർക്കാരിലെ മന്ത്രിമാരും ഇത് തന്നെ ചെയ്യുന്നു. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി മോടി പിടിപ്പിക്കാനും പശുത്തൊഴുത്ത് നിർമ്മിക്കാനും ഒക്കെ ദശലക്ഷങ്ങളാണ് പിണറായി വിജയൻ ചെലവഴിച്ചത്. ഇതിനെതിരായ വിമർശനം കണ്ടില്ല എന്ന് നടിക്കുകയും ചെയ്തു. ജനാലവിരികൾ വാങ്ങാനും ഒരു മന്ത്രി ലക്ഷങ്ങൾ ചെലവഴിച്ചു. നവകേരള സദസ്സുകളുടെ പേരിൽ കോടികൾ പൊടിച്ചവർ അതിന്റെ തുടർച്ചയെന്നോണം പിന്നെയും അനാവശ്യ പരിപാടികൾ സംഘടിപ്പിച്ച് നികുതി പണം നഷ്ടപ്പെടുത്തുകയാണ്. നവകേരള സദസ്സിന് വേണ്ടി വാങ്ങിയ ആഡംബര ബസ് കാഴ്ച ബംഗ്ലാവിൽ വെച്ചാൽ അത് കാണാൻ ആളുകൾ എത്തുമെന്നും അതുവഴി കോടികൾ ലഭിക്കുമെന്നും വീമ്പടിച്ചവർ ഇപ്പോൾ മിണ്ടുന്നേയില്ല. ശരീരം പുഷ്ടിപ്പെടുത്താൻ സർക്കാർ ചെലവിൽ സ്പീക്കർ AN ഷംസീർ ലക്ഷങ്ങൾ ചെലവിട്ട് ഫിറ്റ്നസ് ഉപകരണങ്ങൾ വാങ്ങുന്നതാണ് ഏറ്റവും പുതിയ ധൂർത്ത്. ഇക്കൂട്ടരെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടല്ലാതെ സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥ നേരെയാക്കാൻ ഒരിക്കലും സാധിക്കില്ല.